വലിയവനായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 18, ഒന്നാമത്തെ വായനാ ഭാഗം യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം. ഇവിടെ രാഹാബ് എന്നൊരു സ്ത്രീയുടെ പ്രത്യേകമായ ഒരു പ്രവൃത്തി ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതിന് ഇടയാകാൻ കാരണം യോശുവ 2 പേരെ രഹസ്യമായി ഒറ്റുനോക്കേണ്ടതിന് ശിത്തീമിൽ നിന്ന് അയച്ചു. നിങ്ങൾ പോയി ദേശവും എരിഹോ പട്ടണവും നോക്കി വരുവിൻ എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് സ്ഥലമൊക്കെ നോക്കാൻ പോയി. നോക്കുന്നതിനിടയ്ക്ക് അവർ രാഹാബ് എന്നൊരു സ്ത്രീയുടെ വീട്ടിൽ പാർത്തു. അപ്പോൾ ഇസ്രായേലിൽ നിന്ന് ചില ആൾക്കാർ ദേശം ഒറ്റുനോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, ശോധന ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്ന് അവിടുത്തെ രാജാവിന് അറിവ് കിട്ടി, എരിഹോ രാജാവിന്. അപ്പം അങ്ങനെ എരിഹോ രാജാവിന് അറിയാം, ആരെങ്കിലും ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ രാഹാബിൻ്റെ വീട്ടിൽ വരും. അങ്ങനെ രാഹാബിൻ്റെ വീട്ടിൽ അന്വേഷിച്ചു ചെന്നു. രാഹാബിൻ്റെ വീട്ടിൽ ചെന്നു. രാഹാബിനോട് ചോദിച്ചു, ഇവർ 2 പേരും ഇവിടെ വന്നിരുന്നോ? അപ്പോൾ രാഹാബ് പറഞ്ഞു, ഇവിടെ വന്നിരുന്നു, പക്ഷെ അവരെഴുത്തുകാരെന്ന് എനിക്കറിയത്തില്ല. എന്തായിരിക്കും അങ്ങനെ പറയാൻ കാര്യം? അത് ഒരു പ്രധാന ചോദ്യമാണ്. വന്നിരുന്നു, അവരെഴുത്തുകാരെന്ന് അറിയില്ല, വന്നിട്ട് പോയി. പക്ഷേ ആക്ച്വലി അവർ പോയിട്ടില്ലായിരുന്നു, അവർ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സ്ത്രീ താമസിക്കുന്നത് പട്ടണത്തിൻ്റെ കോട്ടയിലായിട്ടാണ് താമസിക്കുന്നത്. അപ്പം അവിടുന്ന് അവർ ഒരു ചണത്തണ്ടിനകത്ത് ഒളിപ്പിച്ച് നിർത്തിയിട്ട് മറ്റവരോട് കളവ് പറഞ്ഞു. പോയി കടവ് വരെ പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് പോകണമെന്ന് പറഞ്ഞ് വേഗത്തിൽ പോയി എന്നൊക്കെ അവർ അങ്ങനെ പറഞ്ഞു. പക്ഷെ അവർ അങ്ങേറ്റം പട്ടണവാതിലും കടവ് വരെയൊക്കെ അന്വേഷിച്ച് ചെന്നിട്ടും അവരെ കണ്ടില്ല. എന്നാൽ ഈ സ്ത്രീ അവരോട് പറഞ്ഞത്, അവർ കിടക്കാൻ പോകുന്നതിന് മുമ്പ് അവർ മുകളിൽ അവരുടെ അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞത്, സ്ത്രീ അവരുടെ അടുത്ത് ചെന്നവരോട് പറഞ്ഞു, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികളെല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഇതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ ഇവർക്ക് ഈ ഇസ്രായേൽ ജനം ഇങ്ങോട്ട് വരുന്നു എന്നുള്ള വിവരം അവർക്കറിയാം. അതുകൊണ്ട് ദൈവം, നിങ്ങളുടെ ദൈവം യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നു. അപ്പോൾ യഹോവയെ അറിയുന്ന ഒരു സ്ത്രീ, യഹോവയുടെ അത്ഭുതങ്ങൾ അറിയുന്ന സ്ത്രീ, യഹോവയുടെ ശക്തി അറിയുന്ന സ്ത്രീ, യഹോവ നിങ്ങൾക്ക് ഈ ദേശം തന്നിരിക്കുന്നു എന്നറിയുന്നു. ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നറിയുന്നു. അതൊരു കനാന്യ ദേശത്ത് താമസിക്കുന്നൊരു സ്ത്രീ അങ്ങനെ കണ്ട് വിശ്വാസത്തോടെ അത് പറയണം. അതാണ് അവരെ ഒറ്റുകാർക്ക് കൊടുക്കാത്തതിൻ്റെ കാരണം. നിങ്ങൾ നിമിത്തം ഞങ്ങൾ ഉരുകിപ്പോകുന്നു എന്നാണ് പറഞ്ഞത്. ആ ജനമൊക്കെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ് പേടിച്ചിട്ട്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാനക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരോട് നിങ്ങൾ ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുങ്ങി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ആര് പറയാണ്? ഈ ഇസ്രായേലി അല്ലാത്ത സ്ത്രീ പറയുകയാണ്, നിങ്ങളുടെ ദൈവം തന്നെ ആകാശത്തിലും ഭൂമിയിലും ദൈവം, വേറെ ദൈവം ഇല്ല എന്ന് പറയുകയാണ്. അപ്പം അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം അങ്ങനെ ഒരു സ്ത്രീക്ക് അറിയാം, അവർക്ക് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗമാണ്. എന്നിട്ട്, ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്തത് കൊണ്ട് നിങ്ങളും എൻ്റെ പിതൃഭവനത്തോട് ദയ ചെയ്ത് എൻ്റെ അപ്പനെയും അമ്മയെയും എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോട് രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും വേണം. ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരികയും വേണം. അപ്പം ഇവരെ കൊല്ലാതെ അല്ലെങ്കിൽ പടയാളികളെ ഏൽപ്പിക്കാതെ രക്ഷിച്ചതുകൊണ്ട് ഞങ്ങളെയും നിങ്ങൾ രക്ഷിക്കണം എന്നുള്ളതാണ് അവിടുത്തെ വ്യവസ്ഥ. അപ്പം അവരവളോട് പറഞ്ഞു, ഞങ്ങളുടെ ഈ കാര്യം നിങ്ങൾ അറിയിക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ വെച്ചു കൊടുക്കും. യഹോവ ഈ ദേശം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ നിന്നോട് ദയയും വിശ്വസ്തയും കാണിക്കും എന്നുത്തരം പറഞ്ഞു. എന്നാറെ അവൾ അവരെ കിടിവാതിലൂടെ ഒരു കയറ് കെട്ടി ഇറക്കി. അവളുടെ വീട് കോട്ടമതിലിന് മേളിലായിരുന്നു. അവൾ മതിലിന്മേൽ പാർത്തിരുന്നു. അവൾ അവരോട്, തിരിഞ്ഞു പോയവർ നിങ്ങളെ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന്
നിങ്ങൾ പർവ്വതത്തിൽ കയറി അവർ മടങ്ങിപ്പോരുവോളം 3 ദിവസം അവിടെ ഒളിച്ചിരിക്കാം. അതിൻ്റെ ശേഷം നിങ്ങളുടെ വഴിക്ക് പോകാമെന്ന് പറഞ്ഞു. അവർ അവളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ഈ കിളിവാതിലിൽ ഒരു ചുവപ്പ് ചരട് കെട്ടുകയും നിൻ്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയൊക്കെയും നിൻ്റെ അടുക്കൽ വരുത്തിക്കൊള്ളുകയും വേണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നീ ഞങ്ങളെക്കൊണ്ട് ചെയ്ത സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാവും. അപ്പോൾ അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. തിരിച്ചു വരുമ്പോൾ നീ ഇവിടെ ഒരു ചുവപ്പ് ചരട് കെട്ടിയിരിക്കണം. ആ ചരട് കാണുമ്പോൾ അത് അത് മാത്രമല്ല, നിൻ്റെ അപ്പനെയും അമ്മയെയും നിൻ്റെ ബന്ധുക്കളെയും നിനക്ക് വേണ്ട ആൾക്കാരെയൊക്കെ നിൻ്റെ വീട്ടിനകത്ത് കൂട്ടിക്കോണം. അപ്പം അതിനെ ഒഴിവാക്കി ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊള്ളാം. അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ വകവരുത്തുമ്പോഴോ അവരെ വെട്ടുമ്പോഴോ ഒക്കെ നിൻ്റെ കുടുംബത്തെ ഒഴിവാക്കിക്കൊള്ളാം. നീ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്. അത് കഴിഞ്ഞ് അവർ തിരിച്ച് യോശുവയുടെ അടുക്കൽ ചെന്ന് തങ്ങൾക്ക് സംഭവിച്ചതൊക്കെയും അവനെ അറിയിച്ചു. യഹോവ ദേശമൊക്കെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിശ്ചയം ദേശത്തെ നിവാസികളെല്ലാവരും നമ്മുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് അവർ യോശുവയോട് പറഞ്ഞു. അപ്പോൾ ഈ 2 പേരെ അയച്ചുള്ളൂ. മുമ്പ് അയച്ചതുപോലെ 12 പേരെ അയച്ചില്ല, 2 പേരെ അയച്ചുള്ളൂ. ആ 2 പേര് വന്ന് പറയുന്ന പ്രോത്സാഹനജനകമായ വിവരമാണ് നമ്മളിവിടെ കേട്ടത്. അത് സത്യസന്ധമായിരുന്നു. അവർക്ക് അനുഭവപ്പെട്ട കാര്യമാണ് അവർ പറഞ്ഞത്. അപ്പം അങ്ങനെ ഇപ്പോൾ ഇസ്രായേൽ ജനത്തിന് ഒരു ധൈര്യം വന്നിരിക്കുന്നു. അവിടെയുള്ള എരിഹോയിലുള്ള ആൾക്കാർ തന്നെ തങ്ങളെക്കുറിച്ച് പേടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു പോസിറ്റീവായൊരു ഇൻഡിക്കേഷനാണ്. ഇവർക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ, ഇവർക്ക് ഭയമില്ലാതെ കടന്നു ചെല്ലാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു എന്ന അർത്ഥം. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം. ഇവിടെ ഈ ജനത്തിന് എതിരെയുള്ള ദൈവത്തിൻ്റെ ഒരു നടപടി അല്ലെങ്കിൽ ഒരു ശിക്ഷ, അത് അശൂർ രാജാവിനെയും അവൻ്റെ സകല മഹത്വത്തെയും തന്നെ എന്ന് പറഞ്ഞിട്ട് അശൂർ രാജാവിനെ ഇവരുടെ മേൽ വരുത്തുന്നതിനെ സംബന്ധിച്ചാണ്. അശൂർ രാജാവ് നേരത്തെ വടക്കേ രാജ്യമായ ഇസ്രായേലിൽ വന്നിരുന്നു. അതിനുശേഷമാണ് ഇവിടേക്ക് വരാൻ വേണ്ടി പദ്ധതി ഇടുന്നത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അശൂർ രാജാവിനെ അതിന് കാരണം എന്താണ്, ഈ ജനം എന്താണ് അവസ്ഥ എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. ആ അവസ്ഥയിലിരിക്കുന്ന ജനത്തിനെ ശരിയാക്കുവാൻ, അവർക്ക് ശിക്ഷ കൊടുത്ത് നന്നാക്കുവാൻ, എല്ലാ ശിക്ഷയും ശിക്ഷിച്ച് കൊല്ലാനല്ല, മറിച്ച് ശിക്ഷിച്ച് നന്നാക്കാനാണ്. അതിനിടയ്ക്ക് മരിക്കുന്നവരൊക്കെ കാണും, ശിക്ഷയുടെ കാഠിന്യം കൂടും. അപ്പോൾ ബാക്കിയുള്ള ജനം നന്നാകുമല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ അങ്ങനെ കൊല്ലുന്നതിൻ്റെ ഒക്കെയും പിന്നിലുള്ള ലക്ഷ്യം അല്ലെങ്കിൽ ചിന്ത. ഇവിടെയും ശമര്യയിലെ ദമ്മേശെക്കിലെ ധനവും ശമര്യയിലെ കൊള്ളയും അശൂർ രാജാവിൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ട് പോകും എന്നാണ് ഇവിടെ പറയുന്നത്. അവരുടെ ഈ അശൂർ രാജാവിനെ അവൻ്റെ സകല മഹത്വത്തെയും അവരുടെ മേൽ വരുത്തും. അതിൻ്റെ എല്ലാ തോടുകളിലും പൊങ്ങി അതിൻ്റെ എല്ലാ കരകളിലും കവിഞ്ഞൊഴുകും. അത് യഹൂദയിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. അപ്പോൾ അതാണ് ആ ശിക്ഷയെ സംബന്ധിച്ച് അവിടെയുള്ള പ്രവചനം. പിന്നീട് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ, ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്, യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ച് എന്നോട് അരുളി ചെയ്ത്, ഞാൻ ഈ ജനത്തിൻ്റെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ചു തന്നെന്തെന്നാൽ, ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ട് എന്ന് നിങ്ങൾ പറയരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിച്ചു പോവുകയും വരുത്. ഇനിയാണൊരു കാര്യം പറയുന്നത്, സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പിൻ, അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയുമായിരിക്കട്ടെ. എന്നാൽ അവനൊരു വിശുദ്ധ മന്ദിരമായിരിക്കും. എങ്കിലും ഇസ്രായേൽ ഗൃഹത്തിന് രണ്ടിനും അവൻ ഒരു ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയും യെരൂശലേം നിവാസികൾക്ക് ഒരു കുടുക്കും കെണിയുമായിരിക്കും. പലരും അതിന്മേൽ തട്ടി തകർന്നു പോവുകയും കെണിയിൽ കുടുങ്ങി പിടിപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ വായിക്കുന്ന ഈ തടങ്കൽപ്പാറ, ഇടർച്ചക്കല്ല്, കുടുക്ക്, കെണി, ഈ തടങ്കൽപ്പാറയും ഇടർച്ചക്കല്ല് നമുക്ക് യേശുക്രിസ്തുവിനെ ആണ് നമ്മൾ പറയുന്നത്. അത് ഒരേ സമയം മൂലക്കല്ലായിരിക്കുകയും അതേസമയം തന്നെ അത് ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയുമായിരിക്കുന്നത് അത് മനുഷ്യർക്കാണ്. മനുഷ്യർക്ക് മൂലക്കല്ലായിരിക്കും, അതുപോലെ തന്നെ ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയുമായിരിക്കും. ഒരേ കല്ല്, ഒരേ യേശുക്രിസ്തു. ഇപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവം സൈന്യങ്ങളുടെ യഹോവ
തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയുമായിരിക്കും. ഈ സൈന്യങ്ങളുടെ യഹോവ തന്നെ ഇവിടെ തടങ്കൽപ്പാറയും ഇടർച്ചക്കല്ലും കുടുക്കും കെണിയും എന്ന് പറയുമ്പോൾ ആ ദൈവത്താൽ നിയമിതനായ അധികാരം കൊടുത്ത് അയച്ചിരിക്കുന്ന യേശുക്രിസ്തു തന്നെയാണ് ഇവിടെ. അതൊരു പ്രവചനമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. അതൊരു പ്രവചനമായിട്ട് യേശുക്രിസ്തു ഇവിടെ ദൈവം തന്നെയാണ് തടങ്കൽപ്പാറ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം ആക്കി വെച്ചൊരു പുരുഷനുണ്ട്. ആ പുരുഷനാണ് തടങ്കൽപ്പാറയും മൂലക്കല്ലുമൊക്കെ ആയിത്തീരുന്നത്. പക്ഷെ നമ്മൾ വായിക്കുന്ന യഹോവ. അപ്പോൾ യഹോവയുടെ പദ്ധതിയാണത്. യഹോവയാണത് തീരുമാനിച്ചിരിക്കുന്നത്. യഹോവ അത് ചെയ്തിരിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ് എന്നുള്ളതാണ്. ആ അധികാരം കൊടുത്ത് ആണ് യേശുക്രിസ്തുവിനെ അയച്ചിരിക്കുന്നത്. പിന്നീട് ഇവിടെ വെളിച്ചപ്പാടന്മാരോട് ചിലക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പിനെന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്, ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോട് ചോദിക്കേണ്ടത് എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ വെളിച്ചപ്പാടന്മാരോടും ലക്ഷണവാദികളോടും ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയുന്നതാണ്, ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്, ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരാണോ ചോദിക്കുന്നത്. ജീവനുള്ള ദൈവം ഇവിടെ ഉള്ളപ്പോൾ മരിച്ചവരോട് പോയി തങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച്, തങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഒക്കെയും ചോദിക്കുന്നത് ഉചിതമാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അവരൊക്കെയും മരിച്ചവരാണെന്നാണ്. അപ്പോൾ വെളിച്ചപ്പാടന്മാരും ഇവരെയൊക്കെ പറയുന്നത് മരിച്ചവരാണ്. അപ്പോൾ അവർ മാത്രമല്ല മരിച്ചവർ പലരുമുണ്ട്. മരിച്ചവരുടെ ലിസ്റ്റിൽ പെടുത്താവുന്ന പലരുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ പറയുന്ന രണ്ട് കൂട്ടരാണ് വെളിച്ചപ്പാടന്മാരും അതുപോലെ തന്നെ ലക്ഷണം പറയുന്നവരും, ലക്ഷണവാദികളും. അവർ മരിച്ചവരാണത്രേ. അപ്പോൾ ആ മരിച്ചവരോടാണോ നിങ്ങൾ പോയി ജീവിച്ചിരിക്കുന്ന നിങ്ങൾ പോയി അരുളപ്പാടൊക്കെയും ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവിൻ, അവർ ഈ വാക്കുപോലെ പറയുന്നില്ല എങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകുകയില്ല. എവിടെ വരാനാണ് പറയുന്നത്? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നു. ഉപദേശത്തിനും സാക്ഷ്യത്തിനും ദൈവത്തിൻ്റെ അടുക്കൽ വരണം. അല്ലെങ്കിൽ അവർക്ക് ഉദയമുണ്ടാകുകയില്ല. അവർ ഏറ്റവും വലഞ്ഞും വിശന്നും ദേശത്തുകൂടെ കടന്നു പോകും. അവർക്ക് വിശക്കുമ്പോൾ അവർ മുഷിഞ്ഞ് തങ്ങളുടെ രാജാവിനെയും തങ്ങളുടെ ദൈവത്തെയും ശപിച്ച് മുഖം മേലോട്ട് തിരിക്കും. അവർ ഭൂമിയിൽ നോക്കുമ്പോൾ കഷ്ടതയും അന്ധകാരവും സങ്കടവും ഉള്ള തിമിരവും കാണും. കൂരിരുട്ടിലേക്ക് അവരെ തള്ളിക്കളയും. അവർ ദൈവത്തെ അന്വേഷിക്കാതെ വെളിച്ചപ്പാടന്മാരെയും അല്ലെങ്കിൽ തെറ്റായ വഴികളിലും അന്യദൈവങ്ങളെയും ഒക്കെ അന്വേഷിച്ച് പോയാൽ അവർക്ക് അരുണോദയം ഉണ്ടാകില്ല, അവർക്ക് ഉദയമുണ്ടാകുകയില്ല, അവർക്ക് നിത്യജീവൻ ഉണ്ടാകുകയില്ല, ഉയർപ്പുണ്ടാകുകയില്ല. അവർ കൂരിരുട്ടിലേക്ക് തള്ളിക്കളയുന്ന നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുന്ന അവസ്ഥയിലേക്ക് അവർ മാറും എന്ന് ദൈവം യെശയ്യാപ്രവാചകനിലൂടെ ശക്തമായി തന്നെ പറയുന്നു. മൂന്നാമത്തെ വ്യാഖ്യാന ഭാഗം തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ 3-4 അധ്യായങ്ങൾ. അപ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ അവർക്ക് എഴുതുകയാണ്, ഞാൻ നിങ്ങൾക്ക് തിമോത്തിയോസിനെ അയക്കുന്നത് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയുവാനും നിങ്ങൾക്ക് സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്ക് ഉള്ള അതിനെ സംബന്ധിച്ച് വീണ്ടും കണ്ട് സന്തോഷിക്കുവാനും നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് പ്രബോധിപ്പിക്കുവാനുമായിട്ടാണ് ഞാൻ അയക്കുന്നത്. നാം കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. അവണ്ണം തന്നെ സംഭവിച്ചുവെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പം കഷ്ടം ഉണ്ട് എന്നുള്ളത് നിങ്ങളോട് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് കഷ്ടമുണ്ടായി എന്നുള്ളതാണ്. ക്രിസ്തു വിശ്വാസത്തിൽ വന്നതിൻ്റെ കഷ്ടം അവർക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റി ഞങ്ങൾക്ക് നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട് എന്നുള്ള സദ്വർത്തമാനം ഞങ്ങളോട് അറിയിച്ച കാരണത്താൽ. അപ്പം തിമോത്തിയോസ് തിരിച്ചു വന്നു. തിമോത്തിയോസ് അവർക്ക് ഈ പൗലോസിനോടും മറ്റുള്ളവരോടുള്ള സ്നേഹത്തെക്കുറിച്ചും അവരെ കാണാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചും ഒക്കെയും വന്ന് പറഞ്ഞുവെന്നും അതിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടെന്നും ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. അങ്ങനെ വിവരം അറിഞ്ഞതുകൊണ്ട് നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു.
അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യം, പ്രത്യാശയുള്ള കാര്യം, പ്രതീക്ഷയുള്ള കാര്യം, സമാധാനമുള്ള കാര്യം, അല്ലേ? അങ്ങനെയാണ് അതിനെ കാണുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിന് തക്കതായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി രാവും പകലും താല്പര്യത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വീണ്ടും നമുക്ക് കാണാൻ ദൈവം ഇടയാക്കി തരട്ടെ എന്നും അവിടെ പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടും സ്നേഹം വർദ്ധിപ്പിച്ച് കഴിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവ് യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്ദിരായി വെളിപ്പെടുവാനും തക്കവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യട്ടെ. അപ്പോൾ ഇതെല്ലാം ചെയ്താലും യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മൾ അനിന്ദിരായി അവിടെ നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ കടന്ന് കഷ്ടം അനുഭവിച്ചു വെക്കുകയും വെറുതെയാവും. അതുകൊണ്ട് സ്ഥിരതയോടെ അവിടെ നിൽക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള ഒരു പ്രബോധനവും ഇതിനകത്ത് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നുണ്ട്. 4-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം, ഒരു പ്രധാന കാര്യം പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ തെറ്റ് പറ്റാത്തവരില്ല എന്നുള്ളത് പൗലോസ് അപ്പോസ്തലനും ദൈവവും ക്രിസ്തുവും ഒക്കെ സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ തെറ്റ് എന്ന് പറയുന്നത് ഒരു ഹരമാക്കിക്കൊണ്ട് വീണ്ടും അതിൽ തന്നെ കുടുങ്ങി അതിൽ സന്തോഷിച്ച് അതിൽ രസിച്ചു പോകുന്നൊരവസ്ഥയിലല്ല, തെറ്റ് മനസ്സിലാക്കി അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ദൈവമേ എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അത് ഹൃദയപ്രകാരം, അതായത് ആത്മാർത്ഥമായി സത്യസന്ധമായി അത് പറഞ്ഞ് ദൈവത്തോട് പാപമോചനം നേടുന്നതാണ് വിശുദ്ധീകരണം. ആ വിശുദ്ധീകരണമാണ് ദൈവത്തിന് ഇഷ്ടം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എപ്പോൾ സംഭവിക്കും? ദിവസവും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് അതിനെ സംബന്ധിച്ച്. താഴെ ഒരു കാര്യം പറയുന്നത്, ആകയാൽ ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്ര വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. അപ്പോൾ ഈ അശുദ്ധിയിൽ നിന്ന് മാറി വിശുദ്ധിയിലേക്ക് മാറാൻ, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ ദൈവം നമുക്ക് തന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന ദൈവത്തെയാണ് നമ്മൾ തുച്ഛീകരിക്കുന്നത് എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ അവരെ അവിടെ ഓർമ്മിപ്പിക്കുന്നത്. വേറൊരു കാര്യം പറയുന്നുണ്ട്, സ്വന്തം കൈ കൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം. എൻ്റെ കൂടെ പറയുന്നത് നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം. ഏതിലാണ്? സഹോദരപ്രീതിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്തിൻ്റെ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കെദോന്യയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ നിങ്ങൾ സഹോദരപ്രീതി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സഹോദരന്മാർ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം എന്നും പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈ കൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം. അപ്പം അങ്ങനെ ജീവിക്കണം. സ്വന്തം കൈ കൊണ്ട് അഭിമാനം തോന്നണം, അടങ്ങിപ്പാർക്കണം, സ്വന്തം കാര്യം നോക്കണം. ഈ സഹോദര പ്രീതിയിൽ വർദ്ധിച്ച് വരണം, സഹോദരന്മാരുടെ സ്നേഹത്തിൽ. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക ഉപദേശമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. അത് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലാണ് അത് എഴുതിയിരിക്കുന്നതെങ്കിലും തെസ്സലോനിയർക്ക് മാത്രമല്ല ക്രിസ്തീയ വിശ്വാസികളെല്ലാം അറിയേണ്ട ഒരു സത്യമാണത്. മരിച്ചു പോകുന്നവരെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. യേശു മരിച്ചു, ജീവിച്ചെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. എങ്കിൽ അങ്ങനെ തന്നെ ദൈവം മരിച്ചവരെ യേശുക്രിസ്തു മുഖാന്തരം അവനോടുകൂടി തിരിച്ചു വരുത്തും. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. യേശുക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മളിൽ യോഗ്യതയുള്ളവരും മരിച്ച് യേശുക്രിസ്തു ഇല്ലെങ്കിൽ അതില്ല, യേശുക്രിസ്തു മുഖാന്തരം നമ്മളും ഉയർത്തെഴുന്നേൽക്കും. പിന്നെ അത് ഒരു കാര്യം. പിന്നെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ, യേശുക്രിസ്തു വരുന്നത് വരെ ജീവനോടെ ശേഷിച്ചിരിക്കുന്ന നാം, അപ്പം യേശുക്രിസ്തു വരുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ഇന്നിപ്പോൾ യേശുക്രിസ്തു വരുവാണെങ്കിൽ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല. അപ്പോൾ മരിച്ചവരായിരിക്കും ആദ്യം ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. ആ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ്
വന്ന് നിത്യജീവൻ പ്രാപിക്കുന്നതാണ് ആദ്യം സംഭവിക്കുക അവരുടെ കാര്യം. അത് കഴിഞ്ഞ് ഇവിടെ പറയുന്നത് ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകുകയില്ല. അപ്പോൾ ആരായിരിക്കും മുമ്പിൽ വരിക? മുമ്പിൽ നിദ്ര കൊണ്ടവരായിരിക്കും, മരിച്ചവരായിരിക്കും എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കർത്താവിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അതാണ് ആദ്യം പറഞ്ഞത്. നമ്മൾ അതിൻ്റെ മുമ്പാകയില്ല. ആരാ മുമ്പാകുന്നത്? ക്രിസ്തുവിൽ മരിച്ചവരാണ് ആദ്യം ഉയർത്തെഴുന്നേൽക്കുക. പിന്നെയാണ് ശേഷിക്കുന്ന നാം, അതായതാണ് ഈ ജീവനോടെ ശേഷിക്കുന്ന നാം, അവരോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവൻ. അപ്പോൾ ആദ്യം ഈ ഒരു വചനഭാഗം കൊണ്ട് ഇത് പറഞ്ഞു തീരത്തില്ല. വേറെ വചനഭാഗമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യം ക്രിസ്തു വരുമ്പം യോഗ്യതയുള്ളവർ ഉയർത്തെഴുന്നേറ്റ് നിത്യജീവൻ പ്രാപിച്ച് മാറും. പിന്നെ ജീവിച്ചിരിക്കുന്നവരിൽ യോഗ്യതയുള്ളവർ രൂപാന്തരം പ്രാപിച്ച് ഈ നിത്യജീവൻ്റെ അവകാശമാക്കി അങ്ങനെ മാറും. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ രണ്ട് കൂട്ടരാണ്. അല്ലെങ്കിൽ ഒന്ന് മരിച്ചവരിൽ യോഗ്യതയുള്ളവരും ജീവിച്ചിരിക്കുന്നവരിൽ യോഗ്യതയുള്ളവരും, അതായത് നിത്യജീവൻ യോഗ്യതയുള്ളവരും. ഒന്ന് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിട്ട് നിത്യജീവൻ പ്രാപിക്കും. ജീവിച്ചിരിക്കുന്ന യോഗ്യതയുള്ളവർ രൂപാന്തരം, അവരുടെ ശരീരത്തിനാകെ രൂപാന്തരം വരും, മൊത്തം രൂപാന്തരം വരും. അന്നത്തെ അതുവരെയുള്ള അവസ്ഥയല്ല. നമുക്കത് വായിക്കുമല്ലോ, ദൈവദൂത തുല്യരാകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു രൂപാന്തരം പ്രാപിക്കും. പിന്നെ അവർക്ക് ഒരു സാധാരണ മനുഷ്യനെ പോലെയുള്ള ചിന്തയോ ആഗ്രഹങ്ങളോ അസൂയയോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യ മനസ്സും ഒക്കെയാണ് അവർക്ക് ലഭിക്കുക. രൂപാന്തരം പ്രാപിക്കുക, തേജസ്കരിക്കപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ രണ്ട് ഭാഗത്തെക്കുറിച്ചാണ് ഇവിടെ. മരിച്ചവരിൽ യോഗ്യതയുള്ളവരും ജീവിച്ചിരിക്കുന്നവരിൽ യോഗ്യതയുള്ളവരും ക്രിസ്തു വരുമ്പോൾ അവർ ഒരു കൂട്ടർ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നിത്യജീവൻ പ്രാപിക്കും. ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് നിത്യജീവൻ പ്രാപിക്കും. ഇതാണ് അവിടെ. മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തുന്നതിനെ സംബന്ധിച്ചാണ്. ഒരിക്കലും മേഘങ്ങളിലോ ആകാശത്തിലോ ഒക്കെ ഒന്നും ആരും പോകുന്നില്ല. അത് മറ്റ് വചനഭാഗങ്ങൾ വെച്ചിട്ടാണ് അതിനെ പറയുന്നത്. ഇവിടുത്തെ വെച്ചിട്ടാണെങ്കിൽ ആകാശങ്ങളിൽ എടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ മേഘങ്ങളിലേക്ക് എടുക്കുമെന്നല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഉയർത്തെഴുന്നേറ്റ് മേളിലേക്ക് പോകും, അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിച്ച് മേളിലേക്ക് പോകും എന്നർത്ഥത്തിലാണ്. ഇരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് മാറുന്നതിനെ സംബന്ധിച്ചാണ് മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് പറയുന്നത്. അത് ഈ ഒരു ഭാഗം കൊണ്ട് അതിനെ വിശദീകരിക്കാൻ ഒക്കില്ല. ബാക്കി നമുക്ക് വചനഭാഗങ്ങൾ വരുമ്പോൾ അതിനെ സംബന്ധിച്ച് പറയാം. ഇത് പ്രത്യേകം പഠിക്കേണ്ട ഒരു ഭാഗമാണ്. കാരണം ലോകത്ത് ഈ മരിച്ചവരെ സംബന്ധിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ചും നിത്യജീവനെ സംബന്ധിച്ചും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നൊരു ധാരണയില്ലാത്ത ഒരു ക്രിസ്തീയ ലോകത്താണ്. ക്രിസ്ത്യാനികൾക്ക് ബഹുഭൂരിപക്ഷം പേർക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അതുകൊണ്ട് വേറെയും വചനഭാഗങ്ങൾ വരുമ്പോൾ അതും ഇതും കൂടി ചേർത്തിട്ട് നമുക്കതിനെ കൂടുതലായി വിശദമായി പഠിക്കാം. അപ്പോൾ അത് എന്താണ് സത്യം എന്നുള്ളത് നമുക്ക്. അപ്പോൾ ഈ തെസ്സലോനിക്കർ 4-ാം അധ്യായം ഈ 15 മുതലുള്ള വാക്യം ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. 1 തെസ്സലോനിക്കർ 1 ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ അത് മനസ്സിലിരിക്കട്ടെ. നമുക്ക് അതിൻ്റെ തക്ക വേദഭാഗം വരുമ്പം വീണ്ടും നമുക്കതിനെക്കുറിച്ച് പരിശോധിക്കുകയും അതിൻ്റെ സത്യത്തിലേക്ക് കൂടുതലായി വ്യക്തമായി നമുക്ക് എത്തിച്ചേരുകയും ചെയ്യാം. നന്ദി. 3 വേദഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. പുതിയൊരു നല്ല ദിവസം ആശംസിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും പുതിയ വായനാഭാഗങ്ങളുമായി വീണ്ടും ഒത്തുചേരാം. അതുവരെ ദൈവം കാത്തു സൂക്ഷിക്കട്ടെ.